ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദ വിനായകനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. വിനായകന് പോകാൻ പേടിയുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഓട്ടം കിട്ടില്ല, വന്നേ. ഏതായാലും സ്വന്തം അനിയന്റെ ഭാര്യയല്ലേ വിളിക്കുന്നത്. അങ്ങനെ വേദയോടൊപ്പം വിനായകൻ പോവാണ്. അവരങ്ങനെ ഒരു ബീച്ചിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ വേദ ഓട്ടോന്ന് ഇറങ്ങി ക്യാഷ് ഒക്കെ കൊടുക്കണേ. വിനായകൻ ചോദിക്കും, ഇതെന്താ ഇവിടെ? കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? വേദ പറയും, കുറച്ച് ഉഷ്ണിക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ടാ കാറ്റുകൊണ്ട് നടക്കാൻ ഇവിടെ തന്നെ വരാന്ന് കരുതിയത്. വിനായകൻ ചേട്ടൻ വാ. വിനായകനെ പോവാൻ തീരെ താല്പര്യമൊന്നുമില്ല. ഇതേ സമയം ദർശനും ഹമിദ് സാറും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇവരങ്ങോട്ട് വരുന്നത്. ദർശൻ എന്ന് വിളിച്ചുകൊണ്ടാണ് വേദ അടുത്തേക്ക് ചെല്ലുന്നത്. ഹമീദ് സാറേ, ദാ നമ്മൾ പറഞ്ഞ ആളെത്തി. വിനായകനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കണേ. വിനായകൻ ചേട്ടനെ ഇവരെ മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ദർശൻ പറയും, ഹമീദ് സാറിന് മനസ്സിലായി കാണുമല്ലേ? ഹമീദ് പറയും, ഇയാളാണോ വിനായകൻ? അതെ, ഇദ്ദേഹമാണ് അദ്ദേഹം. ഹമീദ് പറയും, താൻ ആള് കൊള്ളാലോ. വിനായകൻ പറയും, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേദ പറയും, വിനായകൻ ചേട്ടനെ ഇപ്പൊ ഒന്നും മനസ്സിലായി കാണില്ല. എന്നാലേ ഞാൻ ചില കാര്യങ്ങൾ പറയാം, അപ്പൊ എല്ലാം തെളിഞ്ഞു കിട്ടും. ഹമീദ് സാറേ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. പണ്ട് നമ്മുടെ വിക്രം മയക്കുമരുന്ന് കേസിലെ ജയിൽ ശിക്ഷ അനുഭവിച്ച കേസില്ലേ, അതിന്റെ അന്വേഷണ സംഘത്തിലെ ഹമീദ് സാറും ഉണ്ടായിരുന്നു. വിനായകനൊരു പേടിയുണ്ട്. അതന്ന് തന്നെ കോടതി അവസാനിപ്പിച്ച കേസല്ലേ? ദർശൻ പറയും, അതെ, പക്ഷെ വേദയ്ക്ക് ആ കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് തോന്നി. വേദ പറയും, അതെ, വിക്രം അത് ചെയ്യില്ലെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതുകൊണ്ട് പഠിച്ചു. വിക്രത്തിന്റെ കേസ് സംഭവിക്കുന്നതിന് മുമ്പ് അച്ഛൻ സുധാകരൻ മാഷ് കൊടുത്ത മറ്റൊരു കേസ് ഉണ്ടായിരുന്നു. വിനായകൻ ചേട്ടൻ അറിയോ? വിനായൻ പറയും, ഇല്ല. വേദ പറയും, വിക്രമിന്റെ കോളേജിലെ മയക്കുമരുന്ന് അടിമപ്പെട്ടവർക്ക് എതിരായിട്ടുള്ള ഒരു കേസായിരുന്നു അത്. ആ കേസിലെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ആ ടീമിലെ ഹമീദ് സാർ ഉണ്ടായിരുന്നു. അല്ലേ സാറേ? സാറ് പറയും, പോലീസ് അന്ന് കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെട്ടു. ആ ഗ്യാങ്ങിനെ ക്യാമ്പസിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റി. ദർശൻ പറയും, ആ ഗ്യാങ്ങിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തിരുന്നത് പുറത്തുനിന്നുള്ള മറ്റൊരു സംഘമായിരുന്നു. ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ സംഘത്തിലെ നേതാവ് ഒരു കാര്യം പറഞ്ഞു. വേദ പറയും, ക്യാമ്പസിൽ നിന്നും അവരുടെ ടീമിനെ പുറത്താക്കാൻ പോലീസിൽ പരാതി കൊടുത്ത് മുന്നിട്ടിറങ്ങിയ വിക്രമിന്റെ അച്ഛൻ സുധാകരൻ മാഷ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്ന്. അവരത് ചെയ്യുകയും ചെയ്തു. മാഷിന്റെ റിട്ടയർമെന്റ് ദിവസം തന്നെ മാഷിനെ മയക്കുമരുന്ന് കേസിൽ പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചു. വിനായകൻ പറയും, പക്ഷെ അത് വിക്രം തന്നെ വെച്ചതാണെന്ന് വിക്രം പറഞ്ഞല്ലോ. വേദ പറയും, അത് അങ്ങനെയല്ലെന്ന് വിക്രമിനും അറിയാം, വിനായകൻ ചേട്ടനും അറിയാം, ഇപ്പൊ ഞങ്ങൾക്കും അറിയാം. അന്ന് വിക്രമിനെതിരെ 2 പേര് കോടതിയില് സാക്ഷി പറഞ്ഞിരുന്നു. അവരെ കൊണ്ടുവന്നത് ശ്രീകുമാർ ആയിരുന്നു. അന്ന് തിരിച്ചു പോകാൻ നേരം അവര് പറഞ്ഞ വാചകം ഇപ്പോഴും ഹമീദ് സാറിന് ഓർമ്മയുണ്ട്, അല്ലേ സാറേ? അപ്പോ ഹമീദ് സാർ പറയും, അതെ, തന്തയ്ക്കാണ് വെച്ചത്, കൊണ്ടത് മകനായിപ്പോയി, ഇനി അവൻ അനുഭവിക്കട്ടെ. വിനായകൻ ഇതെല്ലാം കേട്ട് ആകെ ഒരു മാതിരി അവസ്ഥയിൽ നിൽക്കണേ. വേദ പറയും, പറ വിനായകൻ ചേട്ടാ, എന്താ സംഭവിച്ചത്? വിക്രം അത് ചെയ്യില്ലെന്ന് പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷെ ഞാനാണെന്ന് വാശി പിടിച്ചു നിന്ന വിക്രം ശിക്ഷ ചോദിച്ചു വാങ്ങിച്ചു. അച്ഛൻ അറസ്റ്റിലാവാതിരിക്കാനായിരുന്നു അത്. അതൊരു മറയായി കണ്ട യഥാർത്ഥ പ്രതി ആ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും അത് ഞാനാണെന്ന് തുറന്നു പറഞ്ഞൂടെ വിനായകൻ ചേട്ടാ? വിനായകനൊന്ന് പേടിക്കും. ഞാനോ? അതിനെന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? വിക്രം പറഞ്ഞു, അങ്ങനെ വല്ലതും പറഞ്ഞോന്ന്? വേദ പറയും, വിക്രം ഒരിക്കലും അത് പറയില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഞാനത് വിക്രമിനെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചാലോ? അച്ഛൻ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി താനത് ചെയ്ത് പറഞ്ഞതാണെന്ന് വിക്രം അച്ഛനോട് പറഞ്ഞ? ദർശൻ പറയും, വർഷങ്ങൾക്ക് ശേഷവും മറ്റൊരു FIR ഇട്ട് വേണമെങ്കിൽ അന്വേഷിക്കാം, അല്ലേ ഹമീദ് സാറേ? സാറ് പറയും, പിന്നെന്താ സംശയം? അച്ഛൻ ജയിലിൽ പോവാതിരിക്കാൻ താൻ കുറ്റം ഏറ്റെടുത്തതാണ്. യഥാർത്ഥ പ്രതി തന്റെ വീട്ടിലെ മറ്റാരോ ആണ് എന്ന് സംശയിക്കുന്നുണ്ടെന്നൊരു പരാതി കൊടുത്ത പുതിയ കേസ് ഓപ്പൺ ആണ്. വേദ പറയും, വീട്ടിലെ ആകെ 2-3 പേരേ ഉള്ളൂ. ഒന്ന് ശാസ്ത്രീയപരമായി ചോദിച്ചാൽ പോലീസിന് ആളെ പിടികിട്ടും. വിനായകൻ പറയും, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ വേദ പറയും, എങ്കിൽ ഹമീദ് സാറേ, നമുക്ക് വിക്രത്തെ കൊണ്ട് SP ഓഫീസിൽ പരാതി കൊടുപ്പിക്കാം നാളെ തന്നെ. പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോട്ടെ. വിനായകൻ ആകെ പേടിക്കും. അങ്ങനെ വേദ ഫോഴ്സ് ചെയ്യുന്നില്ല. എന്നാ വിനായകൻ ചേട്ടൻ പോയിക്കോളൂ, പോലീസ് അവരുടെ രീതിയിൽ അന്വേഷിക്കട്ടെ. ദർശൻ കാറിലല്ലേ വന്നത്? അതെ, എന്നെ വഴിയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഷുവർ എന്ന് ദർശൻ പറയും. നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ അവര് പോവാനായി 2 അടി മുന്നോട്ട് നടക്കുമ്പോഴും വിനായകൻ വിളിക്കും, വേദേ, ദയവേത് കുഴപ്പമുണ്ടാക്കരുത്, അതെല്ലാം ഒരിക്കലും അവസാനിച്ചതല്ലേ? വേദ പറയും, അവസാനിച്ചെന്ന് കരുതുന്നിടത്തുനിന്നല്ലേ എല്ലാം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് പങ്കില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി അത് പോലീസ് അന്വേഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ വരുന്നേ ഞാനും വിചാരിച്ചില്ലായിരുന്നു. വേദയ്ക്കും എങ്ങനെയെല്ലാം വരുന്നേ? വിനായകൻ പറയും, സോറി വേദ, എന്നെ കൊലയ്ക്ക് കൊടുത്തേക്കരുത്. അച്ഛനെതിരെയാണ് അവരങ്ങനെ ഒരു നീക്കം നടത്തുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വേദയ്ക്കും, പിന്നെന്താ അവര് നിങ്ങളോട് പറഞ്ഞത്? പറയണം. അപ്പോൾ വിനായകൻ പറയും, അച്ഛൻ റിട്ടയർഡ് ആവുന്നതിന് കുറച്ച് ദിവസം മുമ്പ്
അവരുടെ കോളേജിൽ ഒരു പയ്യൻ എന്നെ കാണാൻ വന്നിരുന്നു. അവനുമായിട്ടായിരുന്നു വിക്രം അടിയുണ്ടാക്കിയത്. ഞാൻ ആ സമയത്ത് വലിയൊരു പ്രശ്നത്തിലാക്കപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു സ്ഥലത്തിന്റെ ഇടപാടിൽ ഏതാണ്ട് 10 ലക്ഷം രൂപ എനിക്കപ്പോ ബാധ്യതയുണ്ടായിരുന്നു. അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളില് കാരിയേഴ്സ് ആവാൻ കുറച്ച് കുട്ടികൾ സമ്മതിച്ചിട്ടുണ്ടെന്നും അവരിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചാൽ ഒരു വലിയ തുക തരാൻ അവരെന്നോട് പറഞ്ഞു. തുകയുടെ വലിപ്പം കണ്ടപ്പോ എന്ന് പറഞ്ഞ വിനായകൻ തല താഴ്ത്തും. എനിക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല. 3-4 ദിവസം ഞാൻ കയ്യിൽ വെച്ചു. സ്കൂളിന്റെ ഭാഗത്തെ ചുറ്റിപ്പറ്റി നടന്നു. കൈമാറാൻ കഴിഞ്ഞില്ല. പിന്നെ അച്ഛൻ റിട്ടയർഡ് ആവുന്ന ദിവസം ആ പയ്യൻ വീണ്ടും വന്നു. അച്ഛന്റെ ബാഗിൽ ഒളിപ്പിച്ച് സ്റ്റാഫ് റൂമിൽ എത്തിച്ചാൽ മതി, പിന്നെ അവിടെ നിന്ന് എടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു ചതി ഇതിന് പിന്നിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കാശ് ഞാൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചതുകൊണ്ട് പറ്റില്ലെന്ന് പറയാനും കഴിഞ്ഞില്ല. ഇതൊക്കെ കേട്ട് എല്ലാരും ഞെട്ടി നിൽക്കാണേ. ഹമീദ് സാറേ വിനായകന്റെ കാരണം താഞ്ഞടിക്കും. അതിലെല്ലാരും ഞെട്ടിപ്പോകും. വിനായകനും റാസ്കൽ, ഇത്തിരി പോന്ന കുഞ്ഞുങ്ങളെ ബോധം കളയാൻ കൂട്ടുനിൽക്കാൻ പറഞ്ഞപ്പോ നീ അത് ചെയ്തല്ലേ? ഹർഷനോട് പറയും ഈ മൊഴി മാത്രം മതി സാറേ, ഇവനെതിരെ കേസ് എടുക്കണം. അപ്പൊ വിനായകൻ പറയും സാറേ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ല സാറേ, പിന്നീട് ഞാൻ വഴിക്ക് പോയിട്ടേ ഇല്ല. ഏതൊക്കെയറിയാലോ നന്ദിനി ഇതറിഞ്ഞാല് അതോടെ തീർന്നു. അച്ഛനും അമ്മയും അറിഞ്ഞാ എനിക്കത് ആലോചിക്കാനേ വയ്യ. എല്ലാം അവസാനിച്ചു എന്ന് കരുതി സമാധാനത്തോടെ ജീവിക്കായിരുന്നു ഞാൻ. പ്ലീസ് എന്നെ കൊലക്കി കൊടുക്കരുത്. വേദ പറയും നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുമ്പോ മറ്റൊരാൾ അതില്ലാതെ ഓരോ നിമിഷവും ആ വീട്ടിനുള്ളില് പൊള്ളി ജീവിക്കുകയാണെന്ന് ഓർത്തിരുന്നോ? ഇല്ലല്ലോ. ഇതിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അച്ഛന്റെ മുമ്പിലെങ്കിലും വിക്രം തെറ്റുകാരനല്ലെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. അതെനിക്ക് തെളിയിക്കണം. ഒരു തവണ അത് അച്ഛന്റെ മുന്നിൽ ഏറ്റുപറയാൻ വിനായകൻ ചേട്ടൻ തയ്യാറാവണം. എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അങ്ങനെ വേദ ദർശനോടും ഹമീദ് സാറോടും താങ്ക്സ് പറയണേ. കുറെ കാലായി അലട്ടിയിരുന്ന വലിയൊരു സംഭവം ഇപ്പൊ സമാധാനമായല്ലോ, പോവാം. അങ്ങനെ അവര് 3 പേരും അവിടുന്ന് പോവാണേ. വിനായകൻ അത് നോക്കി ഇപ്പൊ ആകെ കുറ്റബോധത്തിലെ സങ്കടത്തിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും വിനായകനും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഒരു ഓട്ടോയില് വീട്ടിലെത്തുന്നത്. നന്ദിനി അവിടെ ഇരിക്കണ്ടേ. ഇവര് രണ്ടുപേരും ഒരു ഓട്ടോയില് ഒരുമിച്ച് ഇറങ്ങി വരുന്നതും രണ്ടുപേരും പൈസ കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാന്ന് ഇങ്ങനെ പറയുന്നൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കാണ്. അങ്ങനെ വേദ വന്നിട്ടേക്കും എന്താ നന്ദിനി അടുത്ത് സുഖം തന്നെയല്ലേ? അപ്പൊ വിനായകൻ ചേട്ടാ പറഞ്ഞതുപോലെ. വിനായകൻ ഓ ആന്ന് പറഞ്ഞ് തലയിട്ടും. അങ്ങനെ വേദ എവിടുന്ന് പോയാ നന്ദിനി വിനായകനോട് എന്തു പറഞ്ഞ പോലെന്നേ. അപ്പൊ വിനായകൻ ആകെ പേടിച്ചിക്കാ. എന്താ വേദ നിങ്ങളോട് പറഞ്ഞേന്ന്? അതിപ്പോ എന്തു പറയാൻ, ഒന്നും പറഞ്ഞില്ല. നന്ദിനിക്കും അതിനിപ്പോ നിങ്ങൾ എന്തിനാ പരുങ്ങുന്നത്? എന്തോ ഒരു കുരുട്ടുണ്ടല്ലോ. എന്താ? ദേ നീ വെറുതെ ഓരോന്ന് പറയില്ലേ നന്ദിനി. ശരി ഞാൻ ചിന്തിക്കുന്നില്ല, നിങ്ങൾ തന്നെ കാര്യം പറ. പതിവില്ലാതെ നിങ്ങൾ എന്താ ഒന്നിച്ചു വന്നത്? അപ്പൊ വിനായകൻ പറയും വഴിയിൽ വെച്ച് കണ്ടപ്പോ ഞങ്ങൾ ഒരുമിച്ച് പോന്നു. എന്താ ഒരുമിച്ച് വരാൻ പാടില്ലേ? അപ്പൊ നന്ദിനി വയ്ക്കും അല്ലാതെ രാവിലെ ഇവിടുന്ന് പോകുമ്പോ നിങ്ങളെ വൈകിട്ട് കാണണമെന്ന് പറഞ്ഞുറപ്പിച്ച് അങ്ങനെ കണ്ടിട്ട് രണ്ടാളും കൂടെ ഒരുമിച്ച് മടങ്ങിയതല്ല. വിനായകൻ അങ്ങ് പേടിച്ചു പോവും. എന്നാലും പറയും നീ എന്താ ഈ നന്ദിനി പറയുന്നത്? അവളെന്റെ അനിയന്റെ ഭാര്യയല്ലേ? നന്ദിനി പറയും അയ്യടാ നിങ്ങളിനി പ്ലേറ്റ് മാറ്റി. ഞാൻ പറഞ്ഞതിലെ ദുരുദ്ദേശമൊന്നും കാണണ്ട. അത്ര ഒരു സംശയം എനിക്കില്ല. പകരം നിങ്ങൾ രണ്ടുപേരും ഇന്ന് എന്തോ ഒരു പ്രത്യേക കാര്യം സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ച് കാണാൻ തീരുമാനിച്ചിരുന്നു. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. വിനായകന് ആകെ പേടിക്കിട്ടു. ഇതൊക്കെ ഇവളെങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ നിൽക്കും. ശേഷം പറയും കുശുമ്പും കുരിഷ്ടും സംശയമൊക്കെ കൂടെ നിന്റെ തലയ്ക്ക് പോളാ. പറമ്പിൽ നല്ല നെല്ലിക്കണ്ടേ, നമുക്കൊരു ചാക്ക് നെല്ലിക്ക തളം വെക്കാം, അതാ നല്ലത് എന്ന് പറഞ്ഞേ ആ വിഷയത്തെ വേറെ രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ട് വിനായകൻ അവിടുന്ന് വേഗം എസ്കേപ്പ് ആവും. അപ്പൊ നന്ദിനി ഇങ്ങനെ ഇനിയിപ്പോ എനിക്ക് തോന്നിയതായിരിക്കോ? ഏയ് അതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാട്ടോ. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ കുളിച്ച് ഫ്രഷൊക്കെ വരിക കേട്ടോ. ഈ സമയം കമല മാഷിന് ചായ കൊടുക്കും. ശ്രീജേടത്തി അവിടെ എന്തോ ചെയ്യണേ. വേദയോട് ചായ എടുക്കട്ടെ വയ്ക്കുമ്പോൾ വേദ എന്ന് പറയും. അങ്ങനെ അമ്മ അത് എടുക്കാൻ പോകുന്ന സമയത്ത് വേദ ശ്രീജയോട് വയ്ക്കും അച്ഛനോടും വീട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞോ? ഇല്ല വേദ വന്നിട്ട് എല്ലാവരോടും പറയാന്ന് കരുതി. എന്താ ശ്രീജയെ എന്ന് കമല വയ്ക്കുമ്പോ നന്ദിനി അപ്പോഴേക്കും അങ്ങോട്ട് വരും. ശ്രീജ പറയും ഇന്ന് ഞാനും വേദയും കൂടെ ബാങ്കിൽ പോയിരുന്നു. അപ്പോഴേക്ക് വിനായകനും അങ്ങോട്ട് വരും. നന്ദിനി വയ്ക്കും എന്താ പുതിയ അക്കൗണ്ട് തുടങ്ങാനാണോ? വേദ പറയും അതെ ഒരു ബിസിനസ് അക്കൗണ്ട്. എന്ത്? വേദ പറയും അതെ ഈ വീട്ടിലെ ശ്രീചേർത്തി ഒരു പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പോകുന്നു. നന്ദിനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിസിനസ്സോ? വിനായകൻ പറയും വേദ പറയും അതെ കറി പൗഡറുകള്, മസാല പൗഡർ, എണ്ണ പലഹാര നിർമ്മാണവും പാക്കറ്റിങ്ങും. അത് കേൾക്കുമ്പോ അമ്മയ്ക്കും മാഷിനൊക്കെ സന്തോഷമാവും. മാഷ് അവരുടെ അടുത്തേക്ക് പോയി നിൽക്കണേ. വേദ പറയും ബാങ്കിൽ അന്വേഷിച്ചോ, അതിനുള്ള ലോണും കിട്ടും, എല്ലാ പേപ്പേഴ്സും റെഡിയാക്കാന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവര് സന്തോഷത്തിൽ നിൽക്കുമ്പോ നന്ദിനി പറയും എന്നിട്ട് വേണം ആ കടവും കൂടെ അച്ഛൻ അടച്ചു വിട്ടാൽ. ശ്രീചേർത്തിക്ക് അതൊക്കെ ശരിയാവോ? ദേ ഇവള് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ നോക്കും. ശ്രീചേർത്തി ഇതിൽ വീണു പോകരുതെന്ന് ഞാൻ പറയൂ. മാഷോയ്ക്കും എന്താ ശ്രീജയ്ക്ക് ചെയ്താലേ? നന്ദിനി പറയും അല്ലച്ചാ ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്ന ഒരാൾക്ക് ബിസിനസ് എന്നൊക്കെ പറയുമ്പോ. അപ്പൊ കമല പറയും പൊടിക്കലും അരിക്കലും
പാക്കിംഗ് ഒക്കെ അല്ലേ, അത് ഇവളിവിടെ വീട്ടിലും ചെയ്യുന്നതൊക്കെ തന്നെയാ. പക്ഷെ അതൊക്കെ എങ്ങനെയാ വിൽക്കാന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വിനായകൻ പറയും, ആ അമ്മ പറഞ്ഞതാണ് കാര്യം. അതില് നന്ദിനി എന്ന് പറഞ്ഞ് നോക്കുമ്പോ, ആ ഈ ബിസിനസ് ഒക്കെ പറ്റുമെന്ന് നന്ദിനി ചോദിച്ചതിന്റെ കാര്യം അത് തന്നെയാ അല്ലേ നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനിയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാം. നന്ദിനി പറയും, അതെ, വേദയുടെ വാക്ക് കേട്ട് വലിയ തുക ലോൺ എടുത്ത് തുടങ്ങിയിട്ട് വലിയ ബാധ്യത വരുത്തണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാണ്. വേദ ഇങ്ങനെ നന്ദിനിയെ നോക്കുമ്പോ നന്ദിനി പറയും, അതെ, ഈ മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ കേൾക്കാൻ നല്ലതാണ്, കയ്യടിയും കിട്ടും. പക്ഷെ മൂടും കുത്തി വീഴുമ്പോഴേ ഈ മോട്ടിവേഷൻ ചെയ്ത ആരും തന്നെ പിടിക്കാൻ കാണത്തില്ല. നമ്മൾ തന്നെ ഓരേം കുത്തി വീണ് നമ്മുടെ നടു തന്നെ ഒടിയും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ മാഷു പറയും, ഒരുങ്ങി ഇറങ്ങിയാല് നടക്കാത്തതായിട്ട് ഒന്നുമില്ല ശ്രീജ. ആദ്യം ചെറിയ രീതിയിൽ ആരംഭിക്കാം. പരിസരത്തെ വീടുകളിലും ഷോപ്പുകളിലൊക്കെ ചെന്ന് സംസാരിക്കാം. അങ്ങനെ അവർക്ക് കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പച്ചപിടിക്കും. അങ്ങനെ തുടങ്ങിയ ഇപ്പൊ വലിയ ബിസിനസ് കമ്പനികളായി മാറിയ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീജിക്ക് നല്ല ഉന്മേഷം കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദിനി മനസ്സിൽ വിചാരിക്കും, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായതാ അതിൽ കൂടുതലും. അപ്പൊ മാഷ് പറയും, പൊളിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ 1000 പേര് കാണും. അപ്പൊ എല്ലാവരും നന്ദിനിയെ നോക്കുകയാണ്. മാഷ് പറയും, അഥവാ പൊളിഞ്ഞാൽ തന്നെ നഷ്ടമൊന്നും വരാത്ത രീതിയിൽ പ്ലാൻ ചെയ്യാം. ഒരേത്തവായിക്ക് തളം കിട്ടുമ്പോൾ അത് വലിച്ചു കെട്ടിയാൽ ഇത്ര പൈസ കിട്ടുന്നു മാത്രമല്ല, ഏത് നിമിഷവും കൂമ്പൊടിഞ്ഞു പോവാന്ന് കൂടെ ഓർക്കണം. അപ്പോഴേ അത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ കഴിയും. വേദ പറയും, വീട്ടിൽ വെച്ച് തുടങ്ങാന്ന് കരുതിയത് അതുകൊണ്ടാണ് അച്ഛാ. അതാവുമ്പോ പാസ്സാവുന്ന ലോണ് മുഴുവൻ എടുക്കണ്ട, സക്സസ് ആയി തുടങ്ങിയെന്ന് കണ്ട പിന്നെ ഒരു റൂം എടുത്ത് അങ്ങോട്ട് മാറാലോ. ആശ പറയും, നന്നായി, അതാണ് വേണ്ടത്. അപ്പൊ ശ്രീജ അറിയും, ഞാൻ വിഷേട്ടനോട് സംസാരിച്ചു. കടകളിലും വീടുകളിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നത് വിഷേട്ടൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. കമലപ്പോഴേക്കും വേദയ്ക്ക് ചായ എടുത്തോണ്ട് പറയും, അങ്ങനെ അവൻ ചെയ്തോളും മാഷേ, അങ്ങനെ തള്ളിക്കളയേണ്ട ആളൊന്നുമല്ല അവന്. മാഷ് പറയും, ചെയ്താൽ വളരെ നല്ലത്. അപ്പൊ കമല അവിടുന്ന് പറയും, ശ്രീജ ബിസിനസ് ഒക്കെ ആയിട്ട് ബിസി ആയി കഴിഞ്ഞാ ഇപ്പോഴത്തെ പോലെ പോരാട്ടോ നന്ദിനി. വീട്ടുകാര്യങ്ങളൊക്കെ കുറച്ച് കാര്യമായിട്ട് നോക്കേണ്ടി വരും. ശ്രീജയ്ക്ക് ഇപ്പോഴത്തെ പോലെ വീട്ടുകാര്യങ്ങളൊന്നും നോക്കാൻ കഴിയില്ല. നന്ദിനി ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുക. എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും മാഷു പറയും, അതിപ്പോ ഒരു അപേക്ഷയായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല കമല. വീട്ടിലെ 2 പെൺകുട്ടികൾ ജോലിയും ബിസിനസ്സും ഒക്കെ ആയി തിരക്കാകുമ്പോൾ അകത്തിരിക്കുന്നവർ തന്നെ ബാക്കി പണി ചെയ്യണം. അത് നമ്മൾ നന്ദിനിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇരുന്നുണ്ണുന്നതിന്റെയും വീട്ടിൽ കൊടുക്കുന്നതിന്റെയും വെറുതെ ഇരിക്കുന്നതിന്റെയും ഒക്കെ കണക്ക് ഈ വീട്ടിൽ നന്നായിട്ട് അറിയാവുന്നത് നന്ദിനിക്ക് തന്നെയാണ് അല്ലെ നന്ദിനി. നന്ദിനി ആകെ ലോക്കായിട്ടുണ്ട്. അല്ല അതല്ല, ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും, വിനായകനടക്കം. അങ്ങനെ മാഷു പറയും, വേദയോട് ചോദിക്കണേ, വേദയുടെ ഓഫീസ് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? വളരെ പ്രധാനപ്പെട്ടൊരു കേസ് സീനിയറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛാ. ഈ സമയത്തായിരിക്കും വിക്രം അങ്ങോട്ട് വരുന്നത്. വിക്രം വന്നത് വേദ കണ്ടിട്ടില്ല. മാഷു പറയും, ആഹാ, നല്ല വാർത്തയാണല്ലോ. വേദ പറയും, അതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു, ശ്രീധരേട്ടന് വേണ്ടി, ശ്രീകാര്യം ശ്രീനിവാസനെതിരെ. അത് കേൾക്കുമ്പോൾ മാഷി ഞെട്ടും. വിക്രത്തെ എങ്ങനെ നോക്കും. വിക്രം തല താഴ്ത്തി നിൽക്കുക. ഒരു യുദ്ധം തുടങ്ങി വെക്കാണ്, അച്ഛന്റെ അനുഗ്രഹം വേണം. മാഷു പറയും, ഒരുപാട് കാലം ഈ വീട്ടിലെ ആ പേരിനെതിരെ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിന്റെ കയ്യിലെ നിയമം എന്ന ആയുധത്തിന്റെ മൂർച്ച എന്റെ നാവിനില്ലല്ലോ. ഒരുപാട് കുടുംബങ്ങളെ തീരാ നഷ്ടത്തിലേക്കും ദുഃഖത്തിലേക്കും വേദനകളിലേക്കും തള്ളിയിട്ടവരാണ്. സൂക്ഷിക്കണം, എന്തിനും മടിക്കില്ല. വിക്രത്തെ നോക്കിക്കൊണ്ട് പറയും, പുറത്തുനിന്നുള്ള ആക്രമണത്തെ മാത്രമല്ല അകത്തു നിന്നുള്ളതിനെയും പേടിക്കണം. വിജയം ഉറപ്പായിരിക്കും. അപ്പോ വേദ വിക്രമിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. വിക്രമിനെ നോക്കും. ശേഷം വിക്രം വേദയോട് പറയും, ഒരു കാര്യം സംസാരിക്കണം, ഒന്ന് റൂമിലേക്ക് വന്നേ. അപ്പോൾ വേദ അപ്പോഴേക്കും കമല ചായ കൊണ്ടുകൊടുത്തിരുന്നു. ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് വേദ അവിടെ നിന്ന് വിക്രമിന്റെ കൂടെ പോവാണ്. പോയി കഴിഞ്ഞാൽ മാഷ് കമലയോട് പറയും, ആ കുട്ടിയെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയെന്ന് നീ ഒരു കാര്യം പറഞ്ഞിരുന്നു കമല, അവളീ വീടിന്റെ വിളക്കാവുന്ന്. നിന്റെ നാവ് പൊന്നായി. അത് കേൾക്കുമ്പോൾ ശ്രീജിക്ക് സന്തോഷാവുന്നുണ്ട്. അമ്മയ്ക്കും ഈ സമയം നന്ദിനിക്ക് കണ്ട് കുശുമ്പ് കയറുകയാണേ. ദേഷ്യത്തിൽ വിനായകനെ നോക്കും. വിനായകനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ആ സീൻ കഴിയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി വേദയുടെ വീട്ടിലാണ്. അതായത് ശങ്കരനാരായണന്റെ അവിടെ അച്ഛനും അമ്മയും മക്കളും ഭക്ഷണം കഴിക്കാണ്. ഈ സമയത്ത് ദീപ്തി വേദയെക്കുറിച്ച് പറയണേ. വേദ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കേസ് എടുക്കാൻ തുടങ്ങിയതിനെ കുറിച്ചൊക്കെ. അപ്പോൾ പത്മം പറയും, അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു, ജോലിയിൽ കയറി 6 മാസത്തിനുള്ളിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കേസ് എടുക്കാൻ തുടങ്ങി അല്ലേ ശങ്കരേട്ടാ എന്ന് വയ്ക്കുമ്പോൾ ശങ്കരൻ ഇങ്ങനെ തലതാഴ്ത്തും. അപ്പൊ ദീപ്തി പറയും, ആദ്യത്തെ കേസിലെ ഏട്ടനെ മുട്ടു കുത്തിച്ചു, അതന്നെ അടിപൊളിയായിരുന്നു. അപ്പൊ ശ്രീകാന്തിന് ഇഷ്ടപ്പെടുന്നില്ല. ദീപ്തി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചു പോകാൻ നോക്ക്, വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ അച്ഛൻ പറയും, അവള് പറയുന്ന കേട്ട് നീ ദേഷ്യം പിടിപ്പിക്കേണ്ട, അത് നീ മനഃപൂർവ്വം വരുത്തി വെച്ചതാ. ഇപ്പൊ കോടതിയിലുള്ളവർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കേസായി. പത്മം പറയും, മതി, അതൊരു തവണ ഇവിടെ സംസാരിച്ച് തീർന്നതാ, ഇനി പ്രശ്നമാക്കണ്ട. ശ്രീകാന്ത് പറയും, എനിക്ക് തെറ്റ് പറ്റി എന്നുള്ളത് ശരിയാ, പക്ഷെ അത് ചെയ്തത് നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ദീപ്തി പറയും, അതാ ഇപ്പൊ നന്നായത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവിന്റെ ചേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയത് എന്തിനാണ് ശ്രീയേട്ടാ? അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാ ഈ വീടിന്റെ അഭിമാനം സംരക്ഷിക്കല്?
അപ്പോൾ ശ്രീകാന്ത് പറയും അവളെ തിരിച്ച് ഈ വീട്ടിലേക്ക് എത്തിക്കാൻ അവൾ ആ തെണ്ടിയുടെ ഭാര്യയായിട്ട് കഴിയും തോറും നാട്ടുകാരുടെ മുന്നിലെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ദീപ്തിക്കും. എന്നിട്ടിപ്പം നമ്മളെല്ലാവരും തല താഴ്ത്തിയാണോ നടക്കുന്നത്? എന്റെ ശ്രീയേട്ടാ, നാട്ടുകാർക്ക് വേറെ പണിയുണ്ട്. നമ്മുടെ വീട്ടിലെ കാര്യം ഓർത്ത് തല ഉണ്ണാക്കലല്ല അവരുടെ ജോലി. ചേച്ചി ഇവിടുന്ന് പോയിട്ട് ഈ വരുന്ന ഡിസംബർ 23-ന് 1 വർഷം തികയാ. ഇനി ഇങ്ങോട്ടില്ലെന്ന് ചേച്ചി പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും അതേ പല്ലവി പാടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? ചേച്ചിയെ പാട്ടിന് വിട്ടൂടെ? ഞാൻ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ചേച്ചിയുടെ ഭാഗം കൊടുത്ത് പറഞ്ഞയക്കണം. അതാ വേണ്ടത്. അത് കേൾക്കുന്നതും ശ്രീകാന്ത് അങ്ങ് ഞെട്ടിപ്പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്